സ്റ്റുഡിയോസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത ആണ്. സോ ഇത് അടിപൊളിയായിട്ട് നമ്മുടെ മിനി മാരത്തോൺ ഒക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ എക്സാം ആണ്, നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് മാത്സ് എക്സാം ആണ്. അപ്പൊ എല്ലാവരും അതിൻ്റെതായ ടെൻഷനിലാണ് എന്നുള്ള കാര്യം മിസ്സിന് അറിയാം. പക്ഷേ ഇത് അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ്സിന് വന്നിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാതെ ആരും തന്നെ എക്സാമിന് പോരുത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാലും എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് നോക്കാം. എ ട്രെയിൻ വാസ് ഷെഡ്യൂൾഡ് ടു ഡിപ്പാർട്ട് എറണാകുളം at 21:25 on July 8, but it left 35 minutes late. എന്താ നമ്മുടെ ചോദ്യം? ജൂലൈ 8-ന് 21:25 എറണാകുളത്ത് നിന്ന് പുറപ്പെടേണ്ട ഒരു ട്രെയിൻ ആയിരുന്നു. അതെന്തായി 35 മിനിറ്റ് വൈകിട്ടാണ് ഈ ഒരു ട്രെയിൻ പുറപ്പെട്ടത്. അപ്പൊ നമ്മുടെ ചോദ്യങ്ങൾ എന്തൊക്കെയാ നോക്കാം അല്ലെ. വാട്ട് ടൈം ഡിഡ് ദ ട്രെയിൻ ലീവ്? ട്രെയിൻ എത്ര മണിക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ആൻഡ് യെസ്, നമുക്ക് നോക്കാം അല്ലെ. 21:25 21:25 എന്ന് പറയുമ്പോൾ എത്രയാടാ ടൈം വരുന്നത്? 21:25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:25 ആണ്. 9:25 സമയം എന്നാണ് അർത്ഥം. നെക്സ്റ്റോ നമ്മളോട് പറഞ്ഞു 35 മിനിറ്റ്സ് ലേറ്റ് ആണ്, 35 മിനിറ്റ് ആണ് ലേറ്റ് ആയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടൊരു 35 മിനിറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമയമാണ് അല്ലേ. അപ്പൊ എത്രയായിരിക്കും ഇതിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 25ഉം 35ഉം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് നമുക്ക് 10 മണിയാണ്, അഥവാ 10 o'clock ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് 22 എന്ന് നമുക്ക് എഴുതാം അല്ലെ. 22 മണിയാണ് എന്ന് നമുക്ക് സമയം കിട്ടും. റൈറ്റ് ദ ടൈം ഇൻ AM ഓർ PM ഫോർമാറ്റ്. ഈ സമയത്തെ AM അല്ലെങ്കിൽ PM ഫോർമാറ്റിൽ എഴുതാനാണ് പറഞ്ഞത്. ഇതിനെ നമ്മൾ AM ഓർ PM എഴുതുകയാണെങ്കിൽ 10 PM ആണ് നമ്മുടെ സമയം എന്ന് നമുക്ക് കിട്ടും. സോ ബി പാർട്ട് എന്ന് പറയുന്നത് 10 PM ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഇറ്റ് റീച്ച്ഡ് പാലക്കാട് at 1:05 the next day. അടുത്ത ദിവസം 1:05 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ട്രെയിന് 1:05-നാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദ ജേർണി ടൈം എന്നാണ് ചോദിച്ചത്. സമയം എത്ര എടുത്തു ഈ ഒരു ജേർണിക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നോക്കിയാലോ. 10 കഴിഞ്ഞാൽ 11, 12, 1 3 hours എടുക്കും. 3 hours-ഉം അതിന്റെ കൂടെ 5 minutes അല്ലേടാ. 3 hours-ഉം 5 minutes-ഉം ആണ് നമുക്ക് സമയം എടുക്കുക. അടുത്ത നമ്മുടെ ചോദ്യം നോക്കിയാലോ. നെക്സ്റ്റ് നമ്മുടെ ചോദ്യം, ഇഫ് ദ ട്രെയിൻ റൺസ് വീക്ക്ലി വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് ഡിപ്പാർച്ചർ ഡേറ്റ്? ട്രെയിൻ ആഴ്ച തോറും ഓടുകയാണെങ്കിൽ അടുത്ത പുറപ്പെടുന്ന തീയതി എന്തായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചത്. നെക്സ്റ്റ് അടുത്ത ഏതായിരിക്കും ദിവസം ഓടുന്നതെന്നായിരിക്കും. അപ്പൊ ജൂലൈ 8-ാം തീയതിയാണ് നമ്മുടെ ട്രെയിൻ ഓടിയിട്ടുള്ളത്. അപ്പോ നെക്സ്റ്റ് വീക്ക് ഏതാണ് സമയം? ജൂലൈ 8-നാണ്, വീക്ക്ലി ആണ് ഈ ഒരു ട്രെയിൻ ഓടുന്നത്. അപ്പൊ അടുത്ത ആഴ്ച ആയിരിക്കും ഈ ഒരു ട്രെയിൻ ഓടുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ജൂലൈ 8-നോട് നമ്മൾ എന്ത് ചെയ്താൽ മതിടാ? ജൂലൈ 8-നോട് 7 days ആഡ് ചെയ്യാം. അപ്പൊ എത്രയായി? ജൂലൈ 9, 10, 11, 12, 13, 14, 15. അപ്പൊ ജൂലൈ 15-നായിരിക്കും ഈ ഒരു ട്രെയിന് അടുത്തതായിട്ട് ഓടുന്നുണ്ടാവാം. സെറ്റ് അല്ലേ? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത് കേട്ടോ. ഓക്കെ, മാത്രമല്ല മക്കളെ നിങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പൃഥ്വി ബാച്ചിനെ പറ്റിയിട്ട്. നമ്മുടെ പൃഥ്വി ബാച്ചിന്റെ എൻഡ് ഗെയിം ബാച്ച് വീണ്ടും ഓപ്പൺ ആയിരിക്കുകയാണ്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഈ ഒരു ബാച്ചിലേക്കുള്ളൂ. മിസ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ സിലബസ് കംപ്ലീഷൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ടാകും. നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബാച്ച് തന്നെയാണെന്ന് പറയാം. കാരണം ഇനി നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മുടെ ആനുവൽ എക്സാം ആണ്. സോ ആനുവൽ എക്സാം എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന എക്സാം പോലെയല്ല, തലേ ദിവസം പഠിച്ചാൽ നടക്കുന്ന കാര്യമല്ല നമ്മുടെ ആനുവൽ എക്സാം എന്ന് പറയുന്നത്. അത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളും എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ എക്സാമിനുള്ളത്. അപ്പോൾ വേഗം എല്ലാവരും എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. താഴെ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എൻഡ് ഗെയിം ബാച്ചിൽ വെച്ച് കാണാം. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ബൈ.